നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ബാഴ്സലോണയും PSG-യും തമ്മിലാണ് ഏറ്റുമുട്ടുക. നാളെ രാത്രി ഇന്ത്യൻ സമയം 12:30 ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ PSG-യെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം അനിവാര്യമാണ്, ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ്. എന്തെന്നാൽ ആദ്യപാദ മത്സരത്തിൽ സ്വന്തം മൈതാനത്ത് അവർ പരാജയപ്പെട്ടിരുന്നു. 2-3 ഗോളുകൾക്കായിരുന്നു അവർ പരാജയപ്പെട്ടിരുന്നത്. ഇത് അവരുടെ സെമി ഫൈനൽ സാധ്യതകളെ വല്ലാതെ തളർത്തി കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ലെ പാരീസിയൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോൾ ആരാധകർക്കിടയിൽ സംഘടിപ്പിച്ചിരുന്നു. ഫ്രഞ്ച് ആരാധകർക്കിടയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായത് PSG ബാഴ്സലോണയെ രണ്ടാം പാദത്തിൽ മറികടന്നുകൊണ്ട് സെമി ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കുമോ എന്നായിരുന്നു ചോദ്യം. ഇതിൽ പങ്കെടുത്ത 56% പേരും ബാഴ്സയെ അനുകൂലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് FC ബാഴ്സലോണ മുന്നോട്ട് പോകും, PSG പുറത്താകും എന്നാണ് ഫ്രഞ്ച് ആരാധകരിൽ 56% പേർ പറഞ്ഞിട്ടുള്ളത്. 44% പേരാണ് PSG-യെ പിന്തുണച്ചിട്ടുള്ളത്. PSG ബാഴ്സയെ പരാജയപ്പെടുത്തിക്കൊണ്ട് PSG സെമിയിലേക്ക് യോഗ്യത നേടും എന്ന് 44% ആളുകളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ആദ്യ പാദത്തിലെ തോൽവി കാരണം ഇപ്പോൾ ഭൂരിഭാഗം പേരും PSG-ക്ക് വലിയ സാധ്യതകൾ ഒന്നും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ലെ എക്കുപ്പെ ഒരു പോൾ സംഘടിപ്പിച്ചിരുന്നു. അതായത് ഈ ഒരു ആദ്യപാദം നടക്കുന്നതിന് മുന്നേ ആയിരുന്നു ഈ ഒരു വോട്ടെടുപ്പ് സംഘടിപ്പിച്ചിരുന്നത്. ആരായിരിക്കും സെമിയിലേക്ക് മുന്നേറുക എന്നായിരുന്നു ചോദ്യം. അന്ന് 82% ആളുകളും പറഞ്ഞിരുന്നത് PSG ബാഴ്സലോണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെമിയിലേക്ക് പോകും എന്നായിരുന്നു. പക്ഷെ ആദ്യപാദം അവസാനിച്ചതോടുകൂടി ഇപ്പോൾ ഫ്രഞ്ച് ആരാധകരുടെയും അതുപോലെ തന്നെ PSG ആരാധകരുടെയും ഒക്കെ പ്രതീക്ഷകൾക്ക് വലിയ കോട്ടം തട്ടിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.